നമസ്കാരം. ഇന്ന് മഴയൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് പരിപാടികൾ മറ്റൊന്ന് അവസാനിപ്പിക്കണം. വളരെ വിശദമായിട്ട് ജവാദ് സാഹിബ് എല്ലാരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോ വേദിയിലിരിക്കുന്നവരെ എല്ലാവർക്കും അറിയാം. സദസ്സിലിരിക്കുന്നതില് കുട്ടികള് കൂടുതലുണ്ടെങ്കിലും മാതാപിതാക്കളുണ്ട്, പിന്നെ നാട്ടുകാരുണ്ട്. നല്ലൊരു സദസ്സാണ്. അപ്പൊ ഈ സദസ്സിന് വന്ന എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. അതോടൊപ്പം ഈ അവാർഡ് പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിച്ച അലി സാറിന്റെയും മോമൂട്ടി സാറിന്റെയും നേതൃത്വത്തിലുള്ള ടീമിനെ അഭിനന്ദിക്കുകയാണ്. വളരെ വിശാലമായ ജോലിയാണ് അവർ ചെയ്തത്. ഈ ഇവാലുവേഷനെ പറ്റിയും മറ്റ് ഡീറ്റെയിലുകൾ സംസാരിക്കും. മോട്ടിവേഷൻ സ്പീക്കറായിട്ട് നമുക്ക് ശിവറാം സാറുണ്ട്. അപ്പൊ ഞാൻ ആ ആസ്പെക്റ്റിലേക്കൊന്നും കടക്കുന്നില്ല. ഞാന് അനുസ്മരണം എന്ന നിലയ്ക്ക് അനുസ്മരിക്കാൻ അവരുടെ കൂടെ ഉള്ളവർ വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡോക്ടർ അബ്ദുൽ ഖാദർ സാർ മരിച്ചിട്ട് 3 വർഷമായി. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒരുപാട് വാല്യൂസ് ഓർമ്മയിലേക്ക് വരും. വളരെ സൗമ്യനായ, പ്രൊഫഷണലി എക്സലന്റ് ആയ, വളരെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ദേഹമായിരുന്നു അബ്ദുൽ ഖാദർ സാറ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ആദരങ്ങൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മോക്ഷത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ അനുമോദിക്കേണ്ടത് ചിലപ്പോൾ മറന്നുപോകും, സാലിഹിനെയാണ്, ഫാജു സാലിഹ്. ഈ അവാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് ഇതിലെ ഈ അവാർഡ് നേടിയെടുക്കുക എന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്ര റിഗറസ് ആയിട്ടുള്ള മൾട്ടി ലെവൽ അസസ്മെന്റുകളാണ് നടത്തിയിട്ടുള്ളത്. അതിനെപ്പറ്റി ഹാരി സാർ ഇവിടെ വിശദീകരിക്കും. ഞങ്ങള് മെയിനായിട്ട് ഇവിടെ ഒരു അലൂമിനി റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടുത്തെ അലൂമിനികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഈ ഹോസ്റ്റല് ഇവിടെ നടക്കുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഹോസ്റ്റലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടെ പഠിക്കുമ്പോഴും താമസിക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും മോറലായിട്ടും ഒക്കെ ഉള്ള ഇൻസ്പിറേഷൻ കിട്ടിയുള്ള ഒരു സ്ഥാപനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 10,000 പേര് ലോകത്തിന്റെ നാനാഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട് അലൂമിനീസ് ആയിട്ട്. അവർക്കൊരു ഒരു ഒരു ദൗർബല്യമാണ് ഈ ഹോസ്റ്റല്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത പറമ്പില് ഒരു സാധു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടുകാരും ഭർത്തൃ വീട്ടുകാരിയൊന്നും സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തില് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാരതപ്പുഴയുടെ തീരത്ത് കൊണ്ടുപോയി ശവദാഹം ചെയ്യേണ്ട ചുമതലകൾ മൊത്തം നിർവഹിച്ചത് ഈ എംഇയിലെ കുട്ടികളായിരുന്നു. ഇതിന് പുറകിലുള്ള ഒരു ഗ്രൗണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ കിണറിൽ വീണ ഒരു ആളെ ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പ് പൊക്കിയെടുത്തു ഇവിടുത്തെ കുട്ടികൾ. പിന്നെ അങ്ങനെ ഓർക്കാൻ ഒത്തിരി സംഭവങ്ങളുണ്ട്. അങ്ങനെ സേവനത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു. അങ്ങനെ ഒരു ലെഗസിയാണ് ഈ ഹോസ്റ്റലിലുള്ളത്. അപ്പൊ ഞങ്ങളുടെ ഓർമ്മകളിലൊക്കെ ഇങ്ങനെ സേവനവും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ഒരു പ്രചോദനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഹോസ്റ്റലില് ഇപ്പൊ വന്നിരിക്കുന്ന കുട്ടികൾ കേരളത്തിലെ ഏറ്റവും മെറിറ്റുള്ള കുട്ടികളാണ്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പൊ പണ്ട് മലബാർ സൈഡിൽ നിന്നുള്ള അധികം മെറിറ്റ് ഇല്ലാത്ത കുറെ കുട്ടികളായിരുന്നു ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളമില്ല വളരെ മെറിറ്റുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാണുന്നത് ഇവരിലൂടെ ഒരു 100ഓളം സാമൂഹ്യ പ്രവർത്തകര് ഓരോ വർഷവും സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സഹായകമായ പദ്ധതികളും പരിപാടികളുമായിട്ടാണ് ഈ അലൂമിനി അസോസിയേഷൻ ഇതിന്റെ പുറകിൽ നിൽക്കുന്നത്. അതിലുള്ള ഒരു പ്രധാന കണ്ണിയാണ് ഇതിന് ഞങ്ങൾക്ക് മാതൃകയായ അബ്ദുൽ ഖാദർ സാർ.
അങ്ങനെയാണ് അബ്ദുൽ ഖാദർ സാറിന്റെ എൻഡോമെന്റിന് അദ്ദേഹത്തിന്റെ ഫാമിലി തയ്യാറായപ്പോൾ ഞങ്ങൾ അത് ഈ പ്രൊഫഷണൽ എക്സലൻസ് വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നത്. ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതിനെപ്പറ്റി രണ്ടു വാക്ക് ഞാൻ പറയുകയാണ്. നമ്മൾ ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഈ കയോസിനെ പറ്റി പഠിക്കും. അപ്പൊ എൻട്രോപ്പിയെ പറ്റി പഠിക്കും. എൻട്രോപ്പി ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിസോർഡറാണ്. അപ്പൊ ലോകം മുന്നോട്ട് പോകും തോറും എല്ലാ തരത്തിലുമുള്ള ഡിസോർഡറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മനുഷ്യന് ഒരു ബയോളജിക്കൽ ജീവി എന്ന നിലയ്ക്ക് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ഡിസോർഡർ അവസാനിക്കാൻ പോകുന്നില്ല. ഈ ഡിസോർഡറിനെ നേരിടണം. അതിന് ഈ സമൂഹം തയ്യാറായില്ലെങ്കിൽ ഈ ഡിസോർഡറിന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഭയങ്കരമായ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരും. അതുകൊണ്ടാണ് ഇന്ന് ഓരോ ദിവസവും പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയുടെ വളർച്ചയിൽ ഈ ഡിസോർഡർ അവസാനിപ്പിക്കാനുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന്, അത് നമ്മൾ യുക്തിസഹമായിട്ട് മനസ്സിലാക്കി ചെയ്യാനൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. യുക്തിവാദികളും അങ്ങനെയുള്ളവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ മതത്തിന്റെ നിലപാടുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ കഴിയും. മതം ഒരു റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒരു ആൻസറബിലിറ്റിയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ചാരിറ്റിയിൽ കോടിക്കണക്കിന് രൂപ ഈ സമൂഹത്തിലേക്ക് വരുന്നുണ്ട്. ഷെയറിങ് ആൻഡ് കെയറിങ് ആണ് മൊറാലിറ്റി ആയിട്ട് പഠിപ്പിക്കുന്നത്. നമുക്കുള്ള വിഭവങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഉയർത്തിക്കൊണ്ടുവരിക്കാനും ഉള്ള ഒരു പ്രവർത്തനം കൊണ്ട് ഈ കയോസിനെ, ഈ ഡിസോർഡറിനെ നേരിടാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഞങ്ങള് അലൂമിനികൾക്ക് കുറെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം. അതിന്റെ ഒരു കൈവഴിയായിട്ട് ഈ ഹോസ്റ്റലിലെ കുട്ടികളെയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് അവരിൽ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാനും എക്സലൻസ് ഉണ്ടാക്കാനും ഉള്ള പ്രവർത്തനം നടത്തുന്നത്. നിങ്ങളിപ്പോ എക്സലന്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആയിട്ട് ഇവിടെ പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ മക്കൾക്ക് കൊള്ളാം, കൂടി വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊള്ളാം. അവർക്ക് വേണ്ടിയല്ല ലോകം ഇത്രയും അറിവുകൾ ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് തന്നത്. അല്ലെങ്കിൽ ഈ സമൂഹം ഇത്രയും പണം ചെലവാക്കി എല്ലാ സാഹചര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒതുങ്ങാതെ അതിന്റെ ഒരു അംശം എങ്കിലും സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്ക് നിങ്ങളും നമ്മളും എല്ലാവരും വളരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ പ്രൊഫഷണൽ എക്സലൻസ് വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഈ അവാർഡ് നമ്മൾ സ്ഥാപിച്ചത്. അത് കിട്ടിയ, അത് നേടിയെടുത്ത സാലിഹിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം അതിൽ മത്സരിച്ച 12ഓളം പേരുണ്ട്. അവരും ഈക്വലി അഭിനന്ദനാർഹരാണ്. അവരെ ഇങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള കുട്ടികളായിട്ട് വളർത്തിയെടുത്ത മാതാപിതാക്കള് അഭിനന്ദനം അർഹിക്കുന്നു. അവർക്ക് ഇങ്ങനെ അവാർഡ് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഈ ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് നല്ല രീതിയിൽ തുടരുകയും ഇതിന്റെ പ്രചോദനത്തിൽ നിന്ന് കൂടുതൽ സാമൂഹ്യ പ്രവർത്തകർ ഈ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നമസ്കാരം.